ഹായ് ഹലോ ഇനി നമുക്കൊരു ചിക്കൻ ഫ്രൈ ചെയ്താലോ. ഇത് ചിക്കനൊക്കെ എടുത്തു, അതിലേക്ക് ഞാൻ ഓൾറെഡി എഗ്ഗ് പൊട്ടിച്ചിട്ടു, കുറച്ച് തൈരും ഒഴിച്ചു. ഇനിയിപ്പോൾ ഇട്ടത് കോൺഫ്ലവറാണ്. കോൺഫ്ലവർ ഇട്ടതിന് ശേഷം ഞാൻ ആ എഗ്ഗ് പൊട്ടിച്ച പാത്രത്തിൽ അതിൻ്റെ കുറച്ചും കൂടി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേസ്റ്റ് ആകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതിലേക്ക് നാരങ്ങയും കുറച്ചും കൂടി പിഴിഞ്ഞെടുത്തിട്ട് ബാക്കി നാരങ്ങയും കൂടി നേരിട്ട് ചിക്കനിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് യൂസ് ചെയ്യുന്നത് ചിക്കൻ മസാല പൗഡറാണ്. അത് കുറച്ച് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി അതിലേക്ക് വേണ്ടത് കാശ്മീരി ചില്ലിയാണ്. അപ്പോൾ നമ്മൾ കാശ്മീരി ചില്ലി 1-2 ടീസ്പൂൺ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്തു. ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അപ്പോൾ ഇതേ മോള് പറയുക അമ്മ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾക്കത് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടത് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചിക്കനിൽ എല്ലാ വശത്തേക്കും പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് കൈകൊണ്ട് തന്നെയാണ് മാരിനേറ്റ് ചെയ്യുന്നത്. നന്നാണ് ചിക്കൻ്റെ എല്ലാ വശത്തേക്കും പിടിക്കുന്നത്. ഞാൻ ഉപ്പ് നോക്കുമ്പോൾ മോൾ പറയുന്നുണ്ട് എന്നോട് അമ്മ ഞാൻ നോക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ മോൾക്ക് നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവളവിടെ ഞാൻ ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. ഇത് നന്നായിട്ട് മാരിനേറ്റിന് ശേഷം ഞാനിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വയ്ക്കും. കുറച്ച് നേരം വെച്ചാൽ 1 ഹവറിന് മുകളിൽ ഞാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ടിതാ ചീനച്ചട്ടി വെച്ചു. ചീനച്ചട്ടി നല്ലോണം ചൂടാനെ അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ഈ വെള്ളം വറ്റണോട്ട് എപ്പോഴും ചീനച്ചട്ടിയിലൊക്കെ വെളിച്ചെണ്ണ വയ്ക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തിരിക്കും, നമ്മുടെ മേലൊക്കെ ആവും. എപ്പോഴും കിച്ചണിൽ കയറുമ്പോൾ സൂക്ഷിക്കുക. നമ്മളായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് ഒഴിവാകും. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ ചൂടായതിന് ശേഷം ചിക്കൻ അതിലേക്ക് ഇട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മളത് ചിക്കൻ അതിലേക്ക് ഇടണേ, അല്ലെങ്കിൽ ആ ചിക്കനിലെ മസാല ഒക്കെ വിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. പിന്നെ ചിക്കൻ നല്ലോണം മൊരിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ചിക്കൻ മസാല ഒക്കെ എല്ലായിടത്തും നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടി. ഞാൻ ഇത് മറിച്ചിടണം. ചിക്കനൊക്കെ മറ്റ് സൈഡും കൂടി കുക്കാവാൻ വേണ്ടിയിട്ട് ഞാനത് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കത് കുക്കായി എന്നതാ നന്നായിട്ട് ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതാണ് കോരി എടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് മൊരിയാണത് വീണ്ടും ഞാൻ അതിൽ വെച്ചു. ബാക്കി ഫുള്ള് മൊരിഞ്ഞു. ചിക്കൻ റെഡിയായി. മോളാണ് എൻ്റെ ചിക്കൻ ടേസ്റ്റ് ചെയ്യുന്നത്.